വക്രദൃഷ്ടി തുടരുന്നു. ദേവികുളം മുൻ MLA-യും KPCC വൈസ് പ്രസിഡന്റുമായ AK മണിയെ വേഷപ്പകർച്ച മത്സരത്തിനു വിട്ടാൽ ഒന്നാം സമ്മാനം ഉറപ്പ്. മൂന്നാറിലെ ഭൂമി കയ്യേറ്റ പ്രശ്നത്തിൽ പ്രാദേശിക വികാരത്തിനും കോൺഗ്രസ് നിലപാടിനും ഒപ്പം ഇരുവള്ളത്തിൽ കാൽ ചവിട്ടി നിൽപ്പാണ് മണി. മൂന്നാറിലെ ആദ്യകാല തോട്ടം തൊഴിലാളികളുടെ പിന്മുറക്കാരായ പാവങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്നുവെന്ന പരാതിയാണ് എല്ലാ പ്രാദേശിക പാർട്ടികൾക്കും ഉള്ളത്. മൂന്നാറിലും പരിസരത്തും സ്ഥലം കയ്യേറി റിസോർട്ട് കെട്ടുന്നവരോടും ടൂറിസത്തിൻ്റെ പേരിൽ മാനസികമായി യോജിപ്പിലാണ് ഈ പാർട്ടികൾ. മൂന്നാറിന് ചീത്തപ്പേരുണ്ടാക്കുന്നുവെന്നാരോപിച്ച് ഇന്നലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തത് AK മണിയായിരുന്നു. അതും മൂന്നാർ കയ്യേറ്റം ഉയർത്തി കോൺഗ്രസ് ഒരു വശത്ത് പ്രക്ഷോഭം നടത്തുമ്പോൾ. நான் சாதாரண தேயிலை தோட்டத்தில் மாட்டுப்பட்டியில மாட்டுப்பட்டி மணியில தான் திருவனந்தபுரத்துல கூப்பிடுவாங்க. நான் அங்க பிறந்த ஆள். என்னுடைய தாய் 48 வருஷமா கொழுந்தெடுத்தாள். எங்க தகப்பனார் கங்காடி. அட்ரஸ் மூணாறுல இருந்து மாட்டுப்பட்டியில இருந்து மூணாறுல நடந்து படிச்சேன். நாங்க ஜென்மபூமி இது. நாங்கள் ஜெனிச்ச இடம். நாங்க பிறந்த மண்ணு இது எங்களுக்கு பக்குவதையா கொடுக்கணும். பெற்ற தாயையும் பிறந்த மண்ணையும் என்ன விலை கொடுத்தாலும் நாங்க காப்போம். அதுதான் எங்க பண்பாடு. அதுக்கு எதிராக யாரு நின்னாலும் சரி. உயிர் உள்ளவரை ஒரு துன்பம் இல்லை. அவர் கண்ணீர் கடலிலே விட மாட்டார். அவர் கண்ணீர் கடலிலே விட மாட்டார். மூணாறு கையேற்ற பூமி. மூணாறு கையேறுது. இருந்தா தானே ஏறுறதுக்கு. ஏறுதுன்னு எங்க ஏறுதுனாங்க. இந்த மலையில ஏற முடியாது. டாடா கம்பெனிக்காரன் காரை வெட்டி விடுவான். பின்னால இருக்கிற மலையில ஏற முடியாது. ஆணுபடிக்காரன் வெட்டுவான். சத்தியமானோ ഈ പറയുന്നേ? அந்த மலையில வெட்டினா சொக்கநாடுக்காரன் வெட்டுவான். பின்ன புலிமலை ஒண்ணு இருக்கு. அங்க புலி தின்னு நாங்கள. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? நாங்க எங்க போக? KPCC പ്രസിഡന്റ് MM ഹസൻ മൂന്നാറിൽ വന്നു നടത്തിയ ധർണയിലും മണി പങ്കെടുത്തു. ആദ്യ ദിവസം പ്രസംഗം തമിഴിൽ, തിരുത്ത് മലയാളത്തിൽ. CPM ആണ് കയ്യേറ്റത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് പറയുമ്പോൾ ദേവികുളത്ത് മണിയെ 3 തവണയായി തോൽപ്പിക്കുന്ന CPM-നെ മണി കുറ്റപ്പെടുത്തുന്നില്ല. മാട്ടുപ്പെട്ടി മച്ചാന്മാർ അവിടെ ഒറ്റക്കെട്ട്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഇന്നലെ ഞാൻ തമിഴിൽ സംസാരിച്ചു. അതുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. ഇന്ന് ഈ മലയാളം സംസാരിക്കുന്ന, പ്രസംഗിക്കുന്ന, കേൾക്കുന്ന ആൾക്കാരായതുകൊണ്ട് അത് പറയേണ്ട നിർബന്ധത്തിലായിരിക്കുകയാണ്. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. മണിയെ ഇന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും മണി പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് കോൺഗ്രസ് MLA-യും MP-യും എല്ലാം കയ്യേറ്റക്കാരാണ്. അവരെ സംരക്ഷിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രി അവരൊക്കെ കയ്യേറ്റത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നവരാ. അതിനനുകൂലമായിട്ട് KPCC വൈസ് പ്രസിഡന്റ് സംസാരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റിദ്ധാരണയോടുകൂടി ആരും കാണരുത്. ഞങ്ങൾ കോൺഗ്രസും UDF-ഉം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുക, വൻകിട റിസോർട്ട് ഉടമകളെ സഹകരിക്കുന്നില്ല. അതിന് എതിരാണ്, തെറ്റാണ്. മൂന്നാറിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയ്യേറ്റ വാർത്തകൾ കണ്ടെത്തുന്ന മാധ്യമങ്ങൾക്കെതിരായിരുന്നു മണിയുടെ പ്രതിഷേധ യോഗത്തിലെ പ്രസംഗം. അതും മന്ത്രി MM മണിയുടെ 1, 2, 3 പ്രസംഗം കടമെടുത്ത് ഹസൻജിയുടെ ധർണയിൽ. പക്ഷെ മണി മലക്കം മറിഞ്ഞു. മൂന്നാർ ജനത കള്ളന്മാരാ നിങ്ങൾ பார்க்கிறது. சித்தரிக்கிறது, பேப்பர்ல எழுதுறது, டிவியில போடுறது எனக்கு ஒன்றும் அது ஒத்துக்கிட முடியல. 1, 2, 3 ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥം എടുക്കും. മാധ്യമങ്ങളെ പറ്റി ഞങ്ങൾ ഇന്നലെ കൂടിയ ആ കൂട്ട യോഗത്തിൽ മാധ്യമങ്ങളെ പറ്റി ഞങ്ങൾ തെറ്റായി ഒന്നും പറഞ്ഞില്ല. തെറ്റിദ്ധരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് നിങ്ങൾ വേണം, നിങ്ങൾക്ക് ഞങ്ങൾ വേണം. ഞങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചാൽ 1, 2, 3 എന്ന് പറഞ്ഞ് സത്യമല്ല, കള്ളം പറയും. ഇനിയും നീ ഇതുവഴി വരില്ലേ? ആനകളെയും തെളിച്ചുകൊണ്ട്. ഇതേ മണിയെ കുറേ ദിവസം മുമ്പ് മൂന്നാറിലെ കയ്യേറ്റം നേരിട്ട് കാണാൻ വന്ന പ്രതിപക്ഷ നേതാവിനൊപ്പവും കണ്ടു. കയ്യേറ്റ പ്രദേശങ്ങൾ മണി
ചെന്നിത്തലയ്ക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഏതു മണിയാണ് റിയൽ? ആകെ കൺഫ്യൂഷൻ. അവിടെയാണ് എഞ്ചിനീയർ അതെല്ലാം റവന്യൂ ഭൂമിയാണ്. അപ്പൊ അവിടെ ഉണ്ടല്ലോ ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. ഉള്ളിക്കറിയല്ല ബീഫ് തന്നെ നൽകും. ഹലാലല്ലാത്ത ഇറച്ചി ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ കഴിക്കൂ? കഴിക്കില്ല. ഹലാലായ ഇറച്ചി കൊടുക്കും ഞാൻ ഇവിടെ. ചേട്ടാ 2 ബീഫ് റോസ്റ്റും 3 ഊറ്റി പുട്ടും. വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി കോൺഗ്രസിലെ കവിയും സാംസ്കാരിക നേതാവും സർവോപരി ബുദ്ധിജീവിയുമാണ്. കോൺഗ്രസിൽ കവിത വായിക്കുകയും ചൊല്ലുകയും ചെയ്യുന്ന അപൂർവം പേരിൽ ഒരാളാണ് പാലോട് രവി. സമരമുഖങ്ങളിലാണ് പാലോടിൻ്റെ കവിതാ പരീക്ഷണം. അന്യനാട്ടുകാർക്ക് എന്നെ അറിയാം, എന്റെ കവിതകളെയും. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. വേണമെങ്കിൽ ഞാൻ കവിത ഒന്ന് ചൊല്ലാം. എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? താൻ വായിച്ചു പഠിക്കാൻ. നിനക്ക് നല്ലത്. കുമ്മിയാട്ടങ്ങളിൽ ചമ്രം പടിഞ്ഞിരുന്ന സദ്യയിൽ ചാരുഭാവങ്ങൾ ഇളം കാറ്റു വീശുന്നരോണമേ ഉത്തമാം സങ്കല്പവാണു നീ. ബീഫ് വിഷയം അങ്ങ് ഉത്തർപ്രദേശിൽ മാത്രമല്ല മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിലും ചർച്ചയാവുകയാണ്. BJP സ്ഥാനാർത്ഥി ശ്രീപ്രകാശാണ് വിഷയം ആദ്യമായി ഉന്നയിച്ചത്. കേരളത്തിലെ BJP നേതാക്കൾ ഉള്ളിക്കറി ബീഫ് കഴിക്കുന്നവരായതിനാൽ ബീഫ് വിരുദ്ധരുമല്ല. നല്ല ഹലാൽ ബീഫ് നൽകുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം. ഹലാലല്ലാത്ത ഇറച്ചി ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ കഴിക്കൂ? കഴിക്കില്ല. ഹലാലായ ഇറച്ചി കൊടുക്കും ഞാൻ ഇവിടെ. എന്താണെന്ന് വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോട്ട് ഒരു കുഴപ്പമില്ല. ചേട്ടാ 2 ബീഫ് റോസ്റ്റും 3 ഊറ്റി പുട്ടും. എനിക്കൊരു പുട്ടും പഴം. സാറിനൊന്നും വേണ്ട, എനിക്ക് പഴം. എന്താ ഹലാലായ ഇറച്ചി കൊടുക്കാതെ? എല്ലാ മൃഗശാലകളിലും അഹലാലായ ഇറച്ചി കേരളത്തിലെ നിയമത്തിനും ഇന്ത്യയുടെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അറവുശാലകൾ, നല്ല വൃത്തിയുള്ള എയർ കണ്ടീഷൻസ് ആയ അറവുശാലകൾ, നല്ല വൃത്തിയായി നല്ല അറവുശാലകൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഭാഗത്ത് ശ്രമം ഉണ്ടാകും. എന്റെ അമ്മയെ നാട്ടിച്ച്. എന്താ സംശയത്തിന്? എല്ലാ അറവും നടക്കും. ഒരു അറവിനും ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ MP ആവട്ടെ. ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മാത്രം ഈ ബീഫ് വിഷയം കൊണ്ടുവരുന്നതിൻ്റെ ഒരു ദുഷ്ടലാക്കുണ്ട്. അത് തിരിച്ചറിയാൻ ഇവിടുത്തെ വോട്ടർമാർക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അരിയുടെ പ്രശ്നം, അന്നം, വെള്ളം, മണ്ണ്, കിടപ്പാടം, തൊഴിൽ, ഇതൊക്കെയാണ്. BJP ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ അതാണ്. ബീഫ് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നാണോ? അതൊരു വിഷയമേ അല്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. മണിയാശാന്റെ തെരഞ്ഞെടുപ്പ് അവലോകനത്തോടെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.